സർ അതുപോലെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ, ഈ ഇപ്പോൾ ഒരു 15-16 വയസ്സ് ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് മീനുകൾ അധികം വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വെച്ച മീനുകൾ ചത്തുപോകുമെന്ന് പറയും, അത് സത്യമാണോ? അത് സത്യമാണ്. അനുഭവത്തിൽ ഉണ്ടായിരിക്കുമല്ലോ മിക്കവാറും. ചത്തുപോയിട്ടുണ്ട് ചില പ്രത്യേക പൊസിഷൻ. കാര്യം വേറൊന്നുമല്ല, മീനുകൾ എന്ന് പറയുന്നത് ഒരു പെറ്റാണ്. പെറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മീനുകളെ വളർത്തും. മീൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യങ്ങളിൽ നാച്ചുറലായിട്ട് വളരേണ്ട ഒരു സംഭവത്തിന് നമ്മൾ കൊണ്ടുപോയി ചെറിയൊരു മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ അതിനധികം പാസ് ചെയ്യാനോ മൂവ്മെൻ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ ചെറിയൊരു സംഭവത്തിനകത്ത് കൊണ്ടുവയ്ക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഇതിന് ഏറ്റവും ഫേവറബിൾ ഡയറക്ഷനിൽ വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ സൗത്ത് ഈസ്റ്റ് സെക്ടറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് മീൻ ചത്തുപോകുന്നതായിട്ട് കാണാം. കാര്യം ഇതിന് അഗ്രസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷെ ആ മൂവ്മെൻറ്റിനെ കാറ്റർ ചെയ്യാനുള്ളൊരു അക്വേറിയത്തിൻ്റെ ഫെസിലിറ്റി ഇല്ലായ്മ വളരെ ദോഷമായിട്ട് അതിന് വരും. പിന്നെ പെറ്റ്സ് എപ്പോഴും വയ്ക്കേണ്ട ഡയറക്ഷൻ നോർത്ത് വെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഫിഷ് ടാങ്ക് നോർത്ത് വെസ്റ്റ് വെക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ നോർത്ത് വെസ്റ്റ് വെച്ചിട്ടുള്ള പല ഫിഷ് ടാങ്കുകളും വളരെ നന്നായിട്ട് പോകുന്നതായിട്ടും എനിക്ക് അറിവുണ്ട്. പക്ഷേ ഫിങ്ഷുയി അല്ല ഞാൻ പറയുന്നത്, പ്യുവർലി വാസ്തുവിൻ്റെ ഒരു ആംഗിളിലാണ്. വാസ്തുവിൽ ഒരിടത്തും ഇങ്ങനെ മീൻ വളർത്തേണ്ടത് അതെല്ലാം പുറത്ത് ചെയ്യാനാണ്, വീടിനകത്തൊന്നും ചെയ്യാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വീടിന് പുറത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പലരും അലങ്കാരം. അത് പക്ഷേ ഈ ഓരോ രാജകൊട്ടാരത്തിലും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതല്ലാതെ ഒരിക്കലും അന്നൊന്നും മീനിനോട് ക്രേസ്, മീനിനെയൊക്കെ അവർ ആസ്വദിക്കുന്നത് അവരുടെ കുളത്തിലാണ്. ഓക്കെ സാർ, ഇപ്പൊ ഈ വീടിനകത്ത് ഫിഷ് ടാങ്ക് വെക്കുന്നതുകൊണ്ട് ദോഷമായിട്ട് ദോഷമൊന്നുമില്ല. കാരണം ഗോൾഡ് ഫിഷ് പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ബെനിഫിറ്റ് തരുന്ന ഇതാണ്. അതിപ്പോൾ മോഡേൺ വാസ്തു ആംഗിളിൽ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും പ്രത്യേകിച്ച് ഓഫീസുകളിലൊക്കെ വളരെ നല്ലതാണ് മീനിന്റെ ഒരു ചലനം. അങ്ങനെ ഒരു ലൈഫ് എനർജി എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓഫീസ് അടച്ചിട്ട് പോകുന്ന സമയമായാലും ഫിഷ് ടാങ്ക് അവിടെ തന്നെ കാണും, ലൈഫ് എനർജി അവിടെ തന്നെ എപ്പോഴും കാണും. നമ്മൾ ആളുകളില്ലാത്ത ഓഫീസുകളായാലും ഒരാളിരിക്കുന്നവർക്ക് ബാക്കിയുള്ള ആളുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആംഗിളിൽ നമുക്ക് ഗുണകരമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ചില പ്രത്യേക സോണുകളിൽ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, സൗത്ത് ഈസ്റ്റ് സെക്ടറാണ് ഞാൻ പറഞ്ഞത്, മൂലയിലൊന്നും വലിയ അടുക്കള ഉള്ള സ്ഥലത്ത് അവിടെ കൊണ്ട് വയ്ക്കില്ലായിരുന്നു. പക്ഷെ കുറച്ച് ഇങ്ങോട്ട് മാറി ഡൈനിങ് ഹാളിൻ്റെ ഇപ്പുറത്തായിട്ടൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കഴിയുന്നതും ചെറിയ ചെറിയ ടാങ്കുകളിലേക്ക് പോകാതിരിക്കുക. കാരണം അതിനൊരു ജോമെട്രി ഉണ്ട്, നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ജിയോമെട്രിക്കലായിട്ട് നല്ലൊരു കണക്ക് നോക്കി അക്യൂറേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണക്കെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ലൈഫും കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഫിഷ് ടാങ്കിന് വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായി കാണാം. ഇത് പറയുമ്പോൾ ഇനി പലരും തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണമെങ്കിൽ അത്തരത്തിലുള്ള ടാങ്ക് ഡിസൈൻ ചെയ്ത് തരാൻ പറയാം. പക്ഷേ അത് നമുക്ക് ചെയ്തു തരാവുന്നതേ ഉള്ളൂ. കൃത്യമായ കണക്ക് നമ്മുടെ ഈ ഗൃഹവാസ്തു എന്നുള്ള ഒരു കോൺസെപ്റ്റിലുള്ള കണക്കുകൾ അതിന് ഈ 2 തരത്തിലുള്ള പട്ടികയുണ്ട്. നമ്മളിപ്പം കൈക്കണക്ക് പട്ടിക, അങ്കുലത്താൽ പട്ടിക. ഇപ്പം അങ്കുലത്താൽ പട്ടികയിൽ ഒരുപാട് കൊച്ചു കണക്കുകൾ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. കാര്യം അത് ജോയിനറീസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ കണക്കുകളാണ്. അതിലേക്ക് നമ്മൾ ഇത്തരം സ്പേസുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കൊച്ചു കണക്കുകൾ നല്ല പ്രൊപ്പോർഷനിൽ, ചെറിയ പ്രൊപ്പോർഷനിൽ നമുക്ക് അതിനെ കൊണ്ടുവരാം. അതിൽ റേഷ്യോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ലെങ്തും എടുത്താൽ. അപ്പം അതിനും നമ്മളൊരു ജീവനുള്ള സാധനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ വാസ്തു എന്താ പറയുന്നത്, സ്പേസിന് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്ന് പറയുന്നത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ യോഗ്യതയാക്കി മാറ്റണം എന്നുള്ളതാണ് വാസ്തുവിൻ്റെ വസതി ഇതി യോഗ്യതാം ഇതി വാസ്തു എന്ന് പറയുന്നത്. അപ്പം ഒരു വസിക്കുന്ന സ്ഥലത്തിന് ഉള്ളതാക്കി മാറ്റുക, അതായത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്പേസ് നമ്മളോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിരിക്കുന്നത് ഇപ്പോൾ ഈ ക്യാമറ വയ്ക്കുന്നു, ലൈറ്റ് വെച്ചിരിക്കുന്നു, ഇതെല്ലാം വെച്ചിരിക്കുന്നു. അപ്പം നമ്മളോട് ഈ സ്പേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിൽ നിന്ന് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വീടെന്ന് പറയുന്നതും അതുപോലെ എല്ലാ സ്പേസും, ഈച്ച് ആൻഡ് എവറി സ്പേസ്, അത് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ വാസ്തു ഫോക്കസ് ചെയ്ത് ഡിസൈൻ ചെയ്യാം. സാർ ഓഫീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വീട്ടമ്മമാരും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇരുന്നൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലവർ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ വീടിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് സോണിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. നോർത്ത് ഈസ്റ്റ് സോണിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്, പ്രൊഡക്ടിവിറ്റിയും കിട്ടും. നോർത്ത് ഈസ്റ്റ് സോണിൽ നോർത്ത് ഫേസ് ചെയ്തിരിക്കുക, അതാണ് ഏറ്റവും വാസ്തു റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് സൈഡ്. കഴിയുന്നത് നോർത്ത് വെസ്റ്റ് സൈഡിൽ ഇരിക്കാതിരിക്കുക. നോർത്ത് വെസ്റ്റ് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കില്ല, നമ്മൾ എഴുതി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കൊണ്ട് നോർത്ത് ഈസ്റ്റ് സൈഡിലിരിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ കന്നിമൂല ഇരിക്കാൻ, കന്നിമൂല സ്കിൽ സെൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ കന്നിമൂല നല്ലതാണ്.
ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലികൾ, എഴുത്ത് പോലുള്ള കാര്യങ്ങൾ, വരപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ ഡേ ടു ഡേ ലൈഫ്, ഡേ ടു ഡേ ജോബുകൾക്ക് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളൊക്കെ ആണെങ്കിൽ ഒരേ സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ നമ്മൾ ഒരു ഇതായിട്ട് ചെയ്യുന്ന ജോലി, മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന ജോലിയൊക്കെ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി തരുന്ന സോൺ. ഓക്കെ സാർ, അതുപോലെ തന്നെ ഈ സ്റ്റഡി റൂമിന്റെ ഒരു കാര്യമാണ്. ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ കുറെ നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്, പക്ഷെ ഒരു പരീക്ഷയ്ക്ക് പാസ്സാവത്തില്ല കൂടുതൽ ടൈം. പക്ഷെ അതുപോലെ തന്നെ കുറച്ച് നേരം, ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പഠിക്കുന്നവർ നല്ല മാർക്ക് സ്കോർ ചെയ്ത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനും ഈ വാസ്തുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അവരിരുന്ന് പഠിക്കുന്ന സ്ഥലമായിട്ട്? ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം വെച്ചാൽ വാസ്തു നമ്മുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോക്കസ്, നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാരിറ്റി ഓഫ് തോട്ടൊക്കെ കിട്ടുന്നത് ഏറ്റവും നല്ല സോൺ ഞാൻ നേരത്തെ പോലെ നോർത്ത് ഈസ്റ്റ് സോണാണ്. അവിടെ ഇരുന്ന് പഠിക്കാൻ നോക്കുക, നോർത്ത് ഡയറക്ഷൻ ഫേസ് ചെയ്തിരുന്ന് പഠിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷൻ ഫേസ് ചെയ്തിരുന്ന് പഠിക്കാൻ നോക്കുക. ഇത് അപ്പം ഈ പെട്ടെന്ന് ക്വിക്കായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുടെ ഫോക്കസ് കൂടുതലാണ്, അവരുടെ എഫേർട്ട് കുറവായിരിക്കും, പക്ഷെ ഫോക്കസ് കൂടുതലാണ്. ഈ ഫോക്കസിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സോണിൽ ഇരുന്ന് പഠിക്കുക. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ചില പടിഞ്ഞാറ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ ടെൻഷനാണ്, പഠിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചില സോണുകൾ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റ് സോണിൽ, ഇപ്പം ഇതൊന്നും ഞാനൊരു കുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കുട്ടിക്ക് ഇതുപോലെ ഇരിക്കാൻ നോർത്ത് ഈസ്റ്റിലൊന്നും സ്ഥലമില്ല, ആകെ പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ പഠിക്കുമ്പോൾ ടെറസിൻ്റെ മുകളിൽ പോയി പഠിക്കാൻ പറഞ്ഞു. ടെറസിന് മുകളിൽ പോയി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ആ നോർത്ത് ഭാഗം അവിടെ വേക്കൻ്റ് ആണ്, വളരെ ഓപ്പണാണ്, എനർജി ഓപ്പണാണ്, വളരെ അത് നല്ല റിസൾട്ടിലേക്ക് പോയി എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നിടത്തിൻ്റെ ആ ഒരു ക്ലാരിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഡിസിഷൻ മാറ്റാം. അവിടെ നോർത്ത് ഈസ്റ്റ് സോണിൽ അവിടെ ഇതില്ല, അടുക്കളയാണ് അല്ലെങ്കിൽ മറ്റങ്ങനെ മാറി വന്നിരിക്കുന്നു, അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കാൻ സ്ഥലമില്ല, നോർത്തിലോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന ആൾ ടെറസിൽ പോയി ഇരുന്ന് പഠിക്കാം. വീടിൻ്റെ വെളിയിൽ നിന്ന് പഠിക്കുന്നെങ്കിലും അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. വീട്ടിനകത്തിരിക്കുന്നത് നിർബന്ധമില്ല. നമ്മൾ വാസ്തു എന്താണ്, നമ്മൾ എവിടെ ഇരിക്കുന്നോ അതിന് ചുറ്റുപാടുമാണ് നമ്മുടെ വാസ്തു. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ മോഡേൺ ഡിസൈൻസിലെ ഞാൻ പല പ്ലാനിലും ഈ നമ്മുടെ കോട്ടയാട് കാണുന്നുണ്ട്, ഡബിൾ ഹൈറ്റിൽ ടെറസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴവെള്ളം അകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം മഴവെള്ളം ഈ വീട്ടിനകത്ത് വരുന്നത് കൊണ്ട് നല്ലതാണോ അതോ ദോഷം എന്തെങ്കിലും ഉണ്ടോ? മഴവെള്ളം അകത്ത് വരുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പണ്ട് നമ്മുടെ 4-കെട്ട് കോൺസെപ്റ്റിലാണെങ്കിൽ കൃത്യം നമ്മുടെ സെൻട്രൽ ഭാഗത്താണ് കോട്ടയാട് വരുന്നത്. സെൻട്രൽ ഭാഗത്താണ് മഴവെള്ളം കൊണ്ടുവരുന്നത്. അപ്പം ഈ ക്രോസ് വെന്റിലേഷൻ ഉള്ളത് കൊണ്ട് കാറ്റിന്റെ മൂവ്മെന്റ് കൂടെ ആകുമ്പോൾ ഒരു കോൾഡ് ബ്രീസ് വീട്ടിനകത്ത് ടെമ്പറേച്ചർ മാക്സിമം കുറഞ്ഞിരിക്കും. അവൻ്റെ മഴ മാത്രം കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മഴയത്ത് നോക്കിയിരുന്ന് ചായ കുടിക്കുക എന്നുള്ളതല്ല അതിനകത്തുള്ള കോൺസെപ്റ്റ്. ഈ പറഞ്ഞ എയർ സർക്കുലേഷൻ ആണ് ഇതിനകത്തുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ അതുപോലെ ശാലകൾ, ഈ 4-കെട്ടിനൊരു തിയറിയുണ്ട്, 4 വീടിൻ്റെ കോമ്പിനേഷനാണ് ഒരു 4-കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അന്ന് ചെയ്തു വന്നതാണ്. ഇനി ഇപ്പോഴത്തെ മോഡേൺ കോട്ടയാടിൽ റെയിൻ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മഴവെള്ളം വീണതിന് ശേഷം ഇത് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ ഫ്ലോ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡ്രെയിൻ സംഭവിക്കും. സൗത്തിലോട്ടോ വെസ്റ്റിലോട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളം ഇതിനെ ഒഴുകിക്കളയും, പൈസ ഒഴുകിക്കളയും. അപ്പം അതുകൊണ്ട് ജലം എന്ന് പറയുന്നത് പൈസയുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് കോർട്ട്യാർഡ് കോൺസെപ്റ്റ് കൊണ്ടുവന്നോളൂ, കുഴപ്പമൊന്നുമില്ല, മഴ കണ്ടോളൂ. പക്ഷേ വെള്ളം വീണതിന് ശേഷം പുറത്തേക്ക് പോകുന്നത്, ഒഴുകി പോകുന്നത് ഡയറക്ഷൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ജിം റൂം, ഇപ്പോൾ മോഡേൺ വീടുകളിലെല്ലാം ഒരു റൂം തിയേറ്ററിനും ജിമ്മിനുമായിട്ട് പ്രത്യേകം എന്തായാലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ജിം റൂമിനൊരു പൊസിഷൻ ഉണ്ടായിരിക്കുമോ നല്ലൊരു ഔട്ട്കം കിട്ടാൻ വേണ്ടി? നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും യോഗ പോലുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് നോർത്ത് ഈസ്റ്റ് സോണാണ് നല്ലതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യാൻ ഒരു പരിധി വരെ അഗ്നികോണിൻ്റെ ടോപ്പ്, അതായത് നമ്മൾ കിച്ചൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരു ജിം കൊടുക്കാമെങ്കിൽ, റൂഫിൽ കിച്ചന്റെ ടോപ്പിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ജിം കൊടുക്കാമെങ്കിൽ നമ്മളുടെ ഫയർ കുറച്ചുകൂടെ ആക്ടിവേറ്റഡ് ആയിരിക്കും, നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും, കുറച്ച് നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ടെൻഷൻ കുറച്ചുണ്ടാവും, അത് സ്വാഭാവികമാണ്, സൗത്ത് ഈസ്റ്റിനുള്ളതാണ്. പക്ഷെ എന്നാലും നിങ്ങളുടെ റിസൾട്ട് കുറെ കൂടെ ഹെൽത്ത് നല്ല ഫിസിക്കലി നമ്മൾ. പിന്നെ മെഡിറ്റേഷൻ പോലുള്ള കാം എക്സസൈസുകൾ അല്ലെങ്കിൽ യോഗ പോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി. നോർത്ത് ഈസ്റ്റിലുള്ള പൂജാമുറി പോലുള്ള സ്ഥലത്ത് മെഡിറ്റേഷനും ഈ ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസ് മുകളിലും ചെയ്യുക എന്നുള്ള. ഇനി പിന്നെ നമുക്ക് ബ്രഹ്മസ്ഥാനം എന്നല്ല, വീടിന്റെ മുകളിലുള്ള ബ്രഹ്മസ്ഥാനത്തിൽ ഇരുന്ന് വേണമെങ്കിൽ യോഗയൊക്കെ ചെയ്താൽ നല്ല എഫക്റ്റ് ആണ്. അപ്പോൾ അത് വീട്ടിന്റെ മുകളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, വീടിനകത്തുള്ളതല്ല. വീടിനകത്തുള്ള ബ്രഹ്മസ്ഥാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും വളരെ നല്ലത് തന്നെയാണ്. അത്തരം കാര്യങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ സാർ, അതുപോലെ തന്നെ ഈ എന്റർടൈൻമെന്റ് റൂംസ് ഉണ്ടല്ലോ, ഇപ്പം തിയേറ്റർ,
ഗെയിമിംഗ് ഏരിയ, ഇതിനൊക്കെ പറ്റിയ ഒരു പൊസിഷൻ ഏതായിരിക്കും? ശരിക്കും ഇതിനകത്തുള്ള പ്രശ്നം എന്റർടൈൻമെന്റും അല്ലെങ്കിൽ ഗെയിമിങ്ങും ഒക്കെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ടൈം പാസ് ആക്ടിവിറ്റിയാണ്. അതെ, നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ആയിട്ട് നമുക്കത് കണക്കാക്കാൻ പറ്റില്ല. എന്റർടൈൻമെന്റ് പിന്നെ ഒരു മൂവി മേക്കിങ്ങിൽ പ്രൊഫഷണൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ സിനിമ കാണുന്നത് ഒരു കരിയർ സൈഡും കൂടെ നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ സിനിമയുടെ സങ്കേതങ്ങളെ മനസ്സിലാക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും ഒക്കെ ആയിരിക്കും അയാളെ സംബന്ധിച്ചുള്ള ഓക്കെയാണ്. ഞാൻ ഈ പറയുന്നത് ജനറലി ഒരു സാധാരണ ഒരു വേറൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ എന്റർടൈൻമെന്റും ഗെയിമിങ്ങും ഒക്കെ നമ്മൾ മിനിമൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് സൈഡിൽ നോക്കുമ്പോൾ നല്ലത്. അപ്പം മിനിമൽ ആക്കണമെന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ഹോം തിയേറ്റേഴ്സ്, ഗെയിമിംഗ് ഏരിയ. അപ്പോൾ അവിടെ ആകുമ്പോൾ നമ്മൾ ചെല്ലും, എന്റർടൈൻ ചെയ്യാവും, അതുപോലെ നമ്മൾ അവിടെ പെട്ടെന്ന് മൂവ് ചെയ്ത് മാറുകയും ചെയ്യും. സാർ, ഈ ഗെയിംസ് സ്ട്രീം ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഗെയിംസ് സ്ട്രീം ചെയ്യുന്ന യൂട്യൂബിലൊക്കെ ലൈവ്. അപ്പൊ അവർക്കൊക്കെ ഒരു ബെറ്റർ ഔട്ട്കം കിട്ടാൻ വേണ്ടി ഏതൊരു പൊസിഷൻ ആയിരിക്കും നല്ലത്? അവർക്ക് ഇപ്പം അവരുടെ ഗെയിമിൽ അവർക്ക് സക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്തും ഈസ്റ്റും ഒക്കെ ഉപയോഗിക്കാം. സക്സസ് കിട്ടണം, ഈസ്റ്റ് സൈഡൊക്കെ നമുക്ക് നല്ലതാണ് സക്സസ്. പക്ഷെ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ കഴിയുന്നതും നോർത്ത് വെസ്റ്റിൽ പഠിക്കുന്നതാണ് നല്ലത്. കാര്യം അവിടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സക്സസും കിട്ടും, നമ്മൾ പെട്ടെന്ന് അതിനകത്ത് കയറി ഇങ്ങനെ ക്ലിങ് ചെയ്തിരിക്കില്ല. പലപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉള്ള പ്രശ്നം ഭയങ്കരമായിട്ട് ഇതിനകത്ത് അഡിക്റ്റഡ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് ചെയ്യുന്നത്. പക്ഷെ പണ്ടും നമുക്ക് എന്റർടൈൻമെന്റ്, ഇപ്പം ഞാനൊക്കെ ഒരു ദിവസം ഫുള്ളായിട്ട് പിന്നെ ചെസ് കളിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട് വെക്കേഷനൊക്കെ. അപ്പം അത് അന്ന് ആ സമയത്ത് അങ്ങനെയായിരുന്നു, നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഗെയിമിംഗ് ഓപ്ഷൻസ്. അപ്പം അതുപോലെ എല്ലാ ഗെയിമിങ്ങും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രിക്കറ്റ് കളിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു. എന്താണ് ഒരു, പക്ഷെ അത് ഫിസിക്കൽ ആക്ടിവിറ്റി, അത് വല്ലാത്ത നല്ല ഗുണങ്ങൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ മൊബൈലിൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ഇതിനൊരു ലിമിറ്റേഷൻ കൂടെ കൊണ്ടുവന്നാൽ ഇത് ഉപയോഗിക്കേണ്ടതല്ല. ഇപ്പം ഇനി ഒരു ജനറേഷൻ അങ്ങനെ ഉപയോഗിക്കാതെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. പക്ഷെ അതിനൊരു മിനിമൽ എഫക്റ്റ് നമ്മൾ കൊടുക്കണം. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രൊഡക്ടിവിറ്റിക്ക് കൂടുതൽ. റീഡിങ് ഇസ് എ പ്രൊഡക്റ്റീവ് ആക്ഷൻ, മനസ്സിലായില്ല? അപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഈസ്റ്റിലിരുന്ന് വായിക്കണം എന്നൊക്കെ പറയുന്നത്. റീഡിംഗ് എന്ന് പറയുന്നത് വലിയ പ്രൊഡക്റ്റീവ് ആക്ഷനാണ്. ഇനി മൊബൈലിൽ തന്നെ നമുക്ക് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഈ നോർത്ത് ഈസ്റ്റ് സോൺ നല്ലതായിരിക്കും. പക്ഷെ ഗെയിംസ്, എന്റർടൈൻമെന്റ്, പാട്ട് കേൾക്കലിൽ ചിലപ്പോൾ മെന്റലി എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല, ഫോക്കസ് ഔട്ട് ആവുന്നതൊക്കെ വളരെ കുറവാണ്. പക്ഷേ മറ്റു കാര്യം ഗെയിം പോലുള്ള കാര്യങ്ങളൊക്കെ ഹാർഡ് കോർ ഇൻവോൾവ്മെന്റ് ആണ്. സൈക്കോളജിക്കലി നമുക്കതിന് അറ്റാച്ച്മെന്റിനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നോർത്ത് വെസ്റ്റ് പഠിക്കുക, അതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. സാർ, അതുപോലെ നമ്മുടെ സോളാർ പാനൽസ് ഉണ്ടല്ലോ, ഇപ്പം മിക്ക വീട്ടിലും വയ്ക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് ഹൈ ആയതുകൊണ്ട്. അപ്പോൾ അതിനൊരു ഡയറക്ഷനോ പൊസിഷനോ എന്തെങ്കിലും സോളാർ പാനൽസിന്? കാരണം അത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നോർത്തും ഈസ്റ്റ് ഭാഗത്തും സൂര്യന്റെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് വയ്ക്കേണ്ടത്. പക്ഷേ ഈ സ്ട്രക്ചറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിൽ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് നോർത്ത് ഈസ്റ്റ് സോണിൽ വെയിറ്റ് കൂടുകയും സൗത്ത് വെസ്റ്റിൽ കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം വരും. അതുകൊണ്ട് യൂണിഫോമായിട്ട് എല്ലായിടത്തും വൈഡായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാം ഒരേപോലെ, ഞാൻ എപ്പോഴും പറയും സോളാർ ചെയ്തോ ടെറസ് ഫുള്ളായിട്ട് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പം എല്ലായിടത്തും വെയിറ്റ് ബാലൻസ് ആയി. ശരിക്കും സോളാർ എപ്പോഴും ചെയ്യേണ്ടത് എവിടെയാണ്? നമുക്ക് നോർത്തിൽ സൂര്യൻ വന്ന് അടിക്കുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തിരിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മുഴുവനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതിൻ്റെ എല്ലാ യൂട്ടിലൈസേഷനും നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ വെയിറ്റ് തിയറി തെറ്റുമില്ല. വെയിറ്റ് തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വാസ്തുവിൽ. എപ്പോഴും നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗം വെയിറ്റ് കുറഞ്ഞിരിക്കണം, സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെയിറ്റ് കൂടിയിരിക്കണം. അപ്പം അത് വരാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വലൈസ് ചെയ്യണം. ഒരിക്കലും തിരിച്ചു വരരുത്. നോർത്ത് ഈസ്റ്റ് ചിലർ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കൂടി സ്ട്രക്ചർ കറക്റ്റ് ചെയ്ത് വയ്ക്കും, പക്ഷേ വെയിറ്റ് അവിടെ കന്നിമൂലയിൽ കുറഞ്ഞു പോകും. അത് വരാതിരിക്കുക. അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും വെയിറ്റ് സ്ട്രക്ചർ കന്നിമൂലയിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം. സാർ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് ഡൈനിങ്ങിലൊക്കെ ഈ ലീവിങ് പ്ലാന്റ്സ്, ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ല, ഈ ലീവിങ് പ്ലാന്റ്സ്, ജീവനുള്ള ചെടികൾ വയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാസ്തുവിൽ അത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് കുറവാണ്. നമുക്കിപ്പോൾ ഉദ്യാനം എന്ന് പറയുന്നത് പ്രത്യേക രീതി, സമരാങ്കണ സൂത്രധാരയിലൊക്കെ ഉദ്യാനം ഉണ്ടാക്കുന്നതിനെ പറ്റി പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. അത് വീടിനോട് ചേർന്നൊരു ഭാഗത്ത് നമുക്ക് ആക്സസിബിൾ ആവുന്ന ഭാഗത്ത് നമുക്ക് എൻജോയ്മെന്റ് തരുന്ന രീതിയിലുള്ള ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. എങ്കിലേ അതിന് ഗുണമുള്ളൂ. പക്ഷെ വീട്ടിനകത്തേക്ക് പ്ലാന്റ്സ് കൊണ്ടുവരുന്ന ട്രെൻഡ് ഇപ്പോൾ ഈ ബയോഫിലിക് ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞ് പുതിയ കോൺസെപ്റ്റുകളുണ്ട്. പക്ഷെ അതിനപ്പുറം വീട്ടിനുള്ളിൽ പ്ലാന്റ്സ് വാങ്ങിച്ച് ചുമ്മാ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അത് കുറച്ചൊന്നും ബെഡ്റൂംസിലൊന്നും കഴിയുന്ന വയ്ക്കാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതിന്റെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഓവറായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടാനുള്ള സാധ്യത നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ചിലർ പറയുന്നു ഓക്സിജൻ പുറത്തേക്ക് ഒരുപാട് രാത്രിയും തള്ളുന്ന ചെടികളുണ്ട്, അങ്ങനത്തെ ചെടികളിലാണ്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഞാനൊന്നും സ്റ്റഡി ചെയ്യാൻ നോക്കില്ല. ഞാനത്
കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ. ഇപ്പോൾ കോർട്ട്യാർഡ് പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ പ്ലാന്റ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റ് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പ്ലാന്റ്സ് വെച്ച് പോകുന്ന ഒരു നല്ല പ്രക്രിയയല്ല. അതിനെ സൺലൈറ്റിന് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു സോൺ കൊടുക്കുക. വീടിന്റെ അകത്ത് മരം വരെ വയ്ക്കുന്ന ആൾക്കാരുണ്ട്, ഫുള്ളായിട്ട് കൊണ്ട് പിഴുത് വെച്ചിട്ടുള്ള. അത്തരം കേസുകൾ വലിയ ഗുണമൊന്നും ഉണ്ടാവാറില്ല. അവസാനം മരത്തിന്റെ സ്ഥാനമായിട്ട് അത് മാറും. അത്തരം വീടുകളിൽ ഞാൻ കാണുന്നൊരു കോമൺ, എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട്. ഈ താമസം വളരെ കുറഞ്ഞാണ് ഇത് നടക്കുന്നത്. കൂടുതൽ വലിയ മരങ്ങളെ കൊണ്ടിച്ച് വീടുകളിൽ ആളുകൾ താമസിക്കുന്നത് കാര്യം വെച്ചാൽ അത് മരത്തിന്റെ ഏരിയ ആയിട്ട് അങ്ങ് മാറും. മരം പ്രകൃതി സംബന്ധിച്ചോളം മനുഷ്യനും മരവും ജീവികളും ഒക്കെ ഒരുപോലെയാണ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വയ്ക്കണോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കുഴപ്പമൊന്നുമില്ല. അപ്പിയറൻസ് ബേസ് വേണ്ടി മാത്രം ചെയ്യുന്നതല്ലേ. മറ്റൊരു ലിവിങ് ഓർഗാനിസം ആവുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രകൃതിയും വാസ്തുവും ഒക്കെ കാണുന്നത് എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണ്. അതെ, മനുഷ്യൻ മാത്രം പ്രാധാന്യം മനുഷ്യാലയമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മനുഷ്യന് പ്രാധാന്യം വരണം. അപ്പോൾ അവിടെ കൊണ്ടുപോയി മറ്റ് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പെറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് പെറ്റ്സ് ആവാം, പക്ഷെ ഓവറായി പെറ്റ്സായ പട്ടികളുടെ ലോകമായിട്ട് അത് മാറും. നിങ്ങൾ 10 പട്ടികളെ വീട്ടിനകത്തിട്ട് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ അവസ്ഥ. മനുഷ്യൻ ജീവിക്കുന്ന അവസ്ഥ അങ്ങനെ വരരുത്. അപ്പോൾ ഏതൊരു സോണും മനുഷ്യാലയമാണ്. മനുഷ്യാലയത്തിൽ മനുഷ്യന് പ്രാധാന്യം ഉണ്ടാവണം. ജീവികൾക്ക് പ്രാധാന്യം ഉണ്ടാവേണ്ടത് വേറെ സോണുകളുണ്ട്. ആ സോണുകൾ അത് പ്രത്യേക ഒരു കൂടുണ്ടാക്കി അതിനെ വെളിയിലാക്കിക്കും. അതിന് കൃത്യമായ ഒരു വാസ്തു സ്ട്രക്ചർ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ വീടിനകത്തിട്ട് വളർത്തുമ്പോൾ എണ്ണം 1 2 ഒക്കെ ഓക്കെ. എനിക്കറിയാം 10 പേരെ പത്തനത്തിനെ വളർത്തുന്ന ആൾക്കാരും ഈ ഓരോ പട്ടികളെ ഭ്രാന്ത് പിടിച്ച് വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത്രത്തോളം അവർക്ക് പട്ടിയോടുള്ള ആ ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇത് അവസാനം ഇത് അവരുടെ സോണായിട്ടങ്ങ് മാറും. മനസ്സിലായി. അപ്പം നമ്മൾ ഇടയ്ക്കൊരു ന്യൂസ് കണ്ട ഒരു സ്ട്രീറ്റ് ഡോഗ്സിനെ മാത്രമെല്ലാം എടുത്ത് വീട്ടിൽ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യന് നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അത് പട്ടികളുടെ ലോകത്താണ് പുള്ളി ജീവിക്കുന്നത്. പുള്ളിയുടെ ലോകത്തിലേക്ക് പട്ടിയെ കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്ട്രീറ്റ് അബാൻഡൻ ഡോഗ്സ്, ഈ പ്രശ്നം വന്ന ഡോഗ്സുകളെ കൊണ്ടുവന്ന് അപ്പോൾ ഇത്രയും പട്ടികൾ, ഞാനത് ആ വീഡിയോ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടാണ് പലരും ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷെ അത് ചില വ്യക്തികൾക്ക് അപൂർവമായിട്ടുള്ള ചില സിദ്ധികൾ, ഇത്രയും പട്ടികളോടെ ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ അത് ഒരു പോസിറ്റീവായിട്ടുള്ള എല്ലാവരും കാണത്തുള്ളൂ പട്ടികളെ. തീർച്ചയായിട്ടും ആക്ടിവിറ്റി, ബിക്കോസ് അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റി പോസിറ്റീവാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. അപ്പൊ അത്തരം ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വാസ്തു നോക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു വാസ്തു കൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ട് നമ്മൾ അത് അവരുടെ പട്ടികളുടെ ലോകത്താണ് ജീവിക്കുന്നത്. ഈ പട്ടികൾ അയാൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അയാൾ പട്ടിക്ക് നല്ലത് ചെയ്യുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കണ്ട. അതിന്റെ പെർസ്പെക്റ്റീവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. വാസ്തു എവിടെ അപ്ലൈ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. എല്ലാ തരത്തിലും കയറി വാസ്തു. ഇപ്പൊ ഞാൻ തന്നെ പല വീടുകളിലും പോകുമ്പോൾ എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ നമ്മളെ അറിയുന്നതുകൊണ്ട് എല്ലാവരും ഈ വാസ്തു ഇവിടെ വല്ല പ്രശ്നമുണ്ടോ സാർ എന്ന് ചോദിക്കും. ഞാൻ ഒരിക്കലും അത് പറയാറില്ല വാസ്തു. എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺസൾട്ടിങ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൽ പോയി നോക്കുന്നതും, ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിന് വീട്ടിൽ പോയിട്ട് അവിടെ നിന്നിട്ട് നമ്മളുടെ സുഹൃത്തിനെ കാണാനായിരിക്കും പോകുന്നത്. അതിന്റെ ആ പർപ്പസിന് അപ്പുറത്തേക്ക് അതിനെ വാസ്തു നോക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്കും നമ്മുടേതായിട്ടുള്ള പ്രൊസീജിയർ. ഇപ്പം ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അവരുടെ അടുത്ത് പോയി അനാവശ്യമായിട്ട് വാസ്തു വിളമ്പുന്ന പരിപാടി നമുക്കില്ല. ഇപ്പം ഈവൻ വലിയ മീറ്റിങ്ങിലൊക്കെ ആൾക്കാർ ചോദിക്കും ഇങ്ങനൊരു പ്രശ്നം വീട്ടിൽ. അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമല്ല വാസ്തു. വാസ്തുവിന് വേണ്ടി ടൈം കൊടുത്ത് കൃത്യമായി ആ ചിന്തയിൽ കൊണ്ടുവന്ന് നമ്മൾ പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല പോണ വഴിക്ക് നോക്കേണ്ട ഒരു കാര്യമല്ല വാസ്തു. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. വാസ്തുവിന്റെ പ്രയോറിറ്റിയും പെർസ്പെക്റ്റീവും ഇമ്പോർട്ടൻ്റ് ആണ്. സാർ, അതുപോലെ തന്നെ നമ്മൾ ഈ ടീനേജേഴ്സൊക്കെ വീട്ടിൽ നിന്ന് മാറി നിന്നൊക്കെ ആയിരിക്കും കൂടുതലും പഠിക്കുന്നത്. ഇതിപ്പോൾ ജോബിനായാലും മാറിയൊക്കെ നിന്നായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അവരുടെ സ്റ്റേ എന്ന് പറയുന്നത് PGയിലോ വല്ല ഹോട്ടൽസിലോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, റെന്റലായിരിക്കാം. അപ്പോൾ അവർ വാസ്തു നോക്കണോ വേണ്ടയോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാം, നിങ്ങൾക്കൊരു ഫെറാറി കാറുണ്ടെന്ന് വെച്ചോ, നിങ്ങളത് ഓട്ടിക്കാൻ വേറൊരാൾക്ക് കൊടുത്തു, അയാളാണ് അത് ഓടിക്കുന്നത്. അതിന്റെ എഫക്റ്റ് നിങ്ങൾക്കാണോ അയാൾക്കാണോ? അതിന്റെ ഗുണങ്ങൾ കിട്ടുന്ന ആൾക്കാണോ? ഓട്ടിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് വാസ്തു എന്ന് പറയുന്നത്. നമ്മൾ ഏത് സ്പേസിലിരിക്കുന്നോ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാവും. നിങ്ങൾ PGയിലിരുന്നോ, ആ PGയിൽ വാസ്തു ശരിയല്ലെങ്കിൽ നിങ്ങളെ ഇമ്പാക്ട് ചെയ്യും. നിങ്ങൾ റെന്റൽ ഹൗസിൽ താമസിക്കുന്നു, അവിടെ വാസ്തു ശരിയല്ലെങ്കിൽ നിങ്ങളെ ഇമ്പാക്ട് ചെയ്യും. നിങ്ങളൊരു വീടുണ്ടാക്കിയിട്ട് വാടകക്കാരന് കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ വാസ്തു പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങളൊരു വാടകക്കാരന് കൊടുത്തു. എന്ത് സംഭവിക്കും? വാടകക്കാരന് ദോഷങ്ങൾ വരും. ദോഷങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഈ ഒരു ആക്ടിൽ നിന്ന് ഇതിന്റെ ചെറിയ പാർട്ട് നിങ്ങൾക്ക് കിട്ടും. വാസ്തു ദോഷങ്ങളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക. എന്നിട്ട് വേണം നമ്മളൊരാൾക്ക് താമസിക്കാൻ കൊടുക്കുക. വേറൊരാളുടെ ലൈഫിൽ കയറി നമുക്ക് ദോഷമില്ല, ആ പാവം ദോഷം അറിയാതെയാണ് അവിടെ വന്ന് താമസിക്കുന്നെങ്കിൽ നമുക്ക് പ്രശ്നമാണ്.
അതുപോലെ തന്നെ ഇവർ ഈ താമസിക്കുമ്പോഴേ ഇനി ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, വലിയ ബിൽഡിങ്ങിലൊക്കെ ആയിരിക്കും ഓരോ റൂമുകൾ കിട്ടുന്നത്. അപ്പൊ ആ റൂമിനകത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റി, തീർച്ചയായിട്ടും അവിടെ നമുക്ക് അകത്തുള്ള സോണുകളെ അതെ, അതിന് കൊച്ചു അപ്പൊ അതിന് ഞാനിപ്പോ ഒരു പുതിയ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് ഇത്തരം സ്ഥലങ്ങളിൽ ആ റൂമിന്റെ വാസ്തു കറക്റ്റ് ചെയ്യാം. ഓക്കെ, മിററൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം, ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ മ്യൂറൽ പെയിന്റിങ്സ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, പോസിറ്റീവ് ഓബ്ജക്ട്സ് കൊണ്ടുവരിക, നെഗറ്റീവ് ഓബ്ജക്ട്സിനെ മാറ്റിയിട്ട് പോസിറ്റീവ് ഓബ്ജക്ട്സ് കൊടുക്കുക, നേച്ചറിന്റെ പടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി വാളുകളിൽ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഈ സ്പേസിനെ കറക്റ്റ് ചെയ്യാം. ഇനി ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് തിയററ്റിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൊച്ചു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ലെങ്ത് കുറയ്ക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്പേസ് ഡെഫിനിഷനിലൂടെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് നിങ്ങളെ അത് ഗുണം ചെയ്യുന്ന രീതിയിൽ. പിന്നെ വിൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഫേവറബിൾ ഡയറക്ഷനിലാണെങ്കിൽ വിൻഡോ തുറന്നിടുക. ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റികളിലൂടെ ഡേ ടു ഡേ. പിന്നെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഈ സോൾട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ നെഗറ്റീവ്സിനെ വാഷ് ഔട്ട് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇത് നല്ല സോൺ സെലക്ട് കഴിയുന്നത് നല്ല സോൺ സെലക്ട് ചെയ്യാം. ഓരോ അപ്പം അങ്ങനെ നമുക്കൊരു ഹോസ്റ്റലിൽ പോയിട്ട് അത് പ്രാക്ടിക്കൽ അല്ല. പക്ഷേ വേണമെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ, ഇപ്പം ഒരാൾ പക്ഷെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. വെറുതെ ചെന്നിട്ട് ഇങ്ങനെ നാളെ ഇത് വാങ്ങിച്ചു വെച്ചാൽ ഞാനിത് മലയാളികൾക്ക് പൊതുവെ എന്ന് പറയുമ്പോൾ ഈ മലയാളി ഒന്നുമല്ല, നമ്മളിങ്ങനെ മലയാളി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതാക്കുന്നതല്ല, മനുഷ്യർക്ക് പൊതുവെയാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ എന്ത് സാധനം ഇത് വെച്ചാൽ എനിക്ക് നാളെ ഇത് കിട്ടും, ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെക്കാം. ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെക്കുന്ന ആക്ടിലുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ് അവിടെ ചേഞ്ച് കൊണ്ടുവരുന്നത് പലപ്പോഴും, ആ ഓബ്ജക്റ്റ് അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടാവും. നമ്മുടെ പ്രവൃത്തികൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണത്. സാറ് തന്നെ നേരത്തെ കുറെ വീഡിയോകളിൽ കരിയറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ കരിയർ ഡെവലപ്മെന്റ് ഏറ്റവും ബെസ്റ്റ് വാസ്തുപരമായിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ പറഞ്ഞുതരാമോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്പേസ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കും. ഇരിക്കുന്ന സ്പേസുകൾ എപ്പോഴും കൂടുതൽ നിങ്ങൾ ചെലവഴിക്കുന്ന സ്പേസ് അത് താമസിക്കുന്ന സ്ഥലം മാത്രമല്ല, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ ഇരിക്കുന്ന ഇപ്പോൾ ലൈബ്രറി പോലുള്ള പോസിറ്റീവ് സോൺസിൽ നിങ്ങൾ ചെലവഴിക്കുക സമയം. നിങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നോർത്തും ഈസ്റ്റും പ്രോമിനൻസ് കിട്ടുന്ന ലൊക്കേഷനിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പുസ്തകങ്ങൾ ഒരിക്കലും കന്നിമൂല പോലുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കാതിരിക്കുക, അവിടെ നിന്ന് എടുത്തുകൊണ്ട് മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ എയിം എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു സോണിൽ പോയിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അടിസ്ഥാനപരമായിട്ട് ഈ ജോലിക്ക് റിസൾട്ട് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലരിൽ ഉണ്ട്, ചിലർക്കില്ല എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. വിശ്വാസം, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ അതിപ്പം ദൈവവിശ്വാസം എന്ന് പറയും. ചിലർ ദൈവത്തിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ ദൈവത്തിൽ വിശ്വസിക്കാതെ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പം തന്നെ ഒരു പുതിയ ടേം എന്ന് പറയുന്നത് താങ്ക്സ് യൂണിവേഴ്സ് എന്ന് പറയും. ദൈവം താങ്ക് ഗോഡ് എന്ന് പറയാൻ എന്തോ മടി, താങ്ക്സ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, യൂണിവേഴ്സിനെ ഗോഡായിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയും. മഹാബ്രഹ്മാസ്മി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. നമ്മളെപ്പോഴും സക്സസിൻ്റെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മളോട് ചെയ്യുന്ന ഇപ്പം നമുക്കതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം നമുക്ക് 2 കണ്ണ് തന്നിട്ടുണ്ട് അതിന് നമ്മൾ താങ്ക്ഫുൾ ആണ്, 2 കാത് തന്നിട്ടുണ്ട് താങ്ക്ഫുൾ ആവില്ല. നമ്മൾ ആരോടും താങ്ക്ഫുൾ ആവില്ലല്ലോ. നമുക്കില്ലാത്തതിനെ പറ്റി ചിന്തിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഇത് ആവുന്നത്. നമുക്ക് ഇതില്ലല്ലോ ഇതെന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് സംസാരിക്കാൻ ഒരു നാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് താങ്ക്ഫുൾ ആയില്ല. ഇതാണ് നമ്മളിത് ആൾമൈറ്റിന്നോ ഗോഡെന്നോ യൂണിവേഴ്സെന്നോ ആര് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ആണ് നമ്മളിൽ കരിയർ സക്സസ് ആവുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള വാസ്തു അതിന് ഏറ്റവും നല്ല ടൂളാണ്. ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ് കൊണ്ടുവരാൻ നമ്മുടെ സ്പേസ് നമ്മളെ സഹായിക്കും. ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തു ചെയ്യുന്നത്. ഓക്കെ സാർ. പിന്നെ അതുപോലെ തന്നെ സാർ, ഈ നമ്മുടെ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ വീട് വെക്കാൻ വേണ്ടി പലരും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഡിമോളിഷ് ചെയ്തിട്ടാണ് വീട് വെക്കുന്നത്. അപ്പം ആ വീട് വെക്കുന്നത് വീടിന് എന്തെങ്കിലും ദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൃഷി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റീവ് കൃഷി പണ്ടൊക്കെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ കൃഷിയിടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഗ്രോ ബേസ്ഡ് എക്കണോമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അഗ്രോ ബേസ്ഡ് എക്കണോമി തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ കൃഷിയെല്ലാം പോയി. കേരളത്തിൽ പ്രത്യേകിച്ച് ഫുൾ കൺസ്യൂമർ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. എല്ലാം വാങ്ങിക്കുക പുറത്തുനിന്ന്. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ആന്ധ്രക്കാരൻ്റെ അരി വേണം അല്ലെങ്കിൽ തമിഴിൻ്റെ അരി വേണം എന്നൊക്കെ നമ്മൾ പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തി.
അത് സ്പേസിന്റെ കൺസ്ട്രെന്റ് ആണ്. നമുക്കിപ്പം അത് നമ്മളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് സ്പേസിന്റെ റിക്വയർമെന്റ് കൂടും. ഈ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് വീട് അതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ക്ലൈമറ്റ്. ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ തവണയും ഓരോ രീതിയിലാണ് മഴ റിയാക്ട്. കഴിഞ്ഞ തവണത്തെ മഴയ്ക്ക് ഇടിയാണ് കൂടുതലായിരുന്നത്, ഇത്തവണത്തെ മഴയ്ക്ക് കാറ്റാണ് കൂടുതലായിരുന്നത്. അപ്പൊ ഇത് ഒരിക്കലും പ്രകൃതി റിയാക്ട് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മള്, എക്കോളജിക്കലി ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയണം, ഇപ്പം ഒരു കുന്നിനെ ഇടിച്ച് അവിടെ നിന്ന് ശൂന്യമാക്കുമ്പോൾ അതിനടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ വയ്ക്കുകയാണ്. വെയിറ്റ് എടുത്തിരിക്കുന്ന സാധനത്തിന് നമ്മൾ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഭൂമിയുടെ വാസ്തുവിനെയാണ് നമ്മൾ തെറ്റിക്കുന്നത്. ഭൂമിയുടെ സ്വാഭാവികമായ ഒരു വാസ്തു. കാര്യം ഇത് പ്രകൃതി ഉണ്ടായി വന്നത്, ഈ ഭൂമി ഉണ്ടായി വന്നതല്ലേ. അപ്പം അതിനൊരു പ്രക്രിയയുണ്ട്, അതിനൊരു ഓർഡർ ഉണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ വാസ്തുവിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ നമ്മൾ കോസ്മിക് ഓർഡർ എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ കോസ്മിക് ഓർഡറിലേക്ക് നമ്മൾ വീടിനെ കൊണ്ടുവരുന്നു, വീടിനെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി മാറ്റുന്നു. അതാണ്. അപ്പം അതിന് വാസ്തു ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പം അവിടെ വാസ്തു നോക്കി കാണേണ്ടത് ഒരു ഭയപ്പെടുത്തുന്ന ഒരു അസുരനായിട്ടല്ല വാസ്തുവിനെ കാണേണ്ടത്. വാസ്തുവിൻ്റെ അപ്പം അതിന് ഈ സയൻസ് ഡീപ്പ് ലെവലിൽ പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നാളെ 10 ലക്ഷം രൂപ കൂടുതലുണ്ടാക്കാൻ വാസ്തു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിക്കരുത്. അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മുടെ സ്പേസ് റീഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട് ചേഞ്ച് ചെയ്യും. നമ്മുടെ തോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അനുസരിച്ച് നമ്മുടെ കർമ്മം ചേഞ്ച് ചെയ്യും. പൈസക്ക് വേണ്ടി പൈസ ഓട്ടോമാറ്റിക്കലി നമ്മൾ പൈസയെക്കാളും കൂടുതൽ പൈസ വേണ്ടെന്നല്ല, പൈസ നമുക്ക് ആവശ്യമാണ്. പൈസക്ക് അഫർമേഷൻ ചെയ്യുന്നതിലോ പൈസ അട്രാക്ട് ചെയ്യുന്നതിലോ ഒന്നും തെറ്റൊന്നുമില്ല. പക്ഷെ കൂടുതലും ഇതൊരു ഹോൾ പാക്കേജ് ആയിട്ട് ചിന്തിക്കുക. എല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമേ ഹെൽത്ത്, വെൽത്ത്, ഇന്റലിജൻസ് എല്ലാം ഒരുമിച്ച് വരുമ്പോഴേ അത് മണിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കറക്റ്റ് ചെയ്യാൻ വാസ്തുവിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. വാസ്തു അതുപോലെ ഉപയോഗിക്കും. ഓക്കെ സാർ, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിനുള്ളിൽ വാട്ടർ ഫാൾസ് പോലത്തെ ചെറിയ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. വാട്ടർ ഫാൾസ് ഓരോ കോർണറിലായിരിക്കും അത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു പൊസിഷനോ അതോ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു വാട്ടർഫാൾ കൊടുക്കുകയാണെങ്കിൽ, ഡൈനാമിക് വാട്ടർ കൊടുക്കുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും. വീടിനകത്തോ വീടിന് പുറത്തോ കൊടുത്താൽ. ഇപ്പൊ ഞാനിപ്പോ ഒരു വീട് ചെയ്തപ്പോൾ അവിടെ നോർത്ത് ഈസ്റ്റിൽ ഒരു ഫൗണ്ടൻ ക്രിയേറ്റ് ചെയ്തു. അതിന് വളരെ എനർജിയാണ് സാധനം. അത് ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്ത് വരും ഓട്ടോമാറ്റിക്കലി. പ്രൊഡക്ടിവിറ്റിയും ഈ നോർത്തിൽ നമുക്ക് സാധാരണ വാസ്തു പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള പോസിറ്റിവിറ്റി സൗത്ത് വെസ്റ്റിൽ വന്ന് അവിടെ നിൽക്കുന്നു എന്നാണ്. അപ്പം സൗത്ത് വെസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കണം, സൗത്ത് വെസ്റ്റ് ഡിപ്ലീറ്റഡ് ആവാൻ പാടില്ല, ഒക്കെയുള്ളതായിരിക്കണം. ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് താഴ്ന്ന് കിടക്കണം, ഓപ്പൺ ആയിരിക്കണം. ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് വാസ്തുവിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടറിൻ്റെ നോർത്ത് ഈസ്റ്റ് ജലത്തിൻ്റെ സ്ഥാനമാണ്. പഞ്ചഭൂതങ്ങളാണ് വാസ്തുവിൻ്റെ അടിസ്ഥാനം. ജലത്തിൻ്റെ സ്ഥാനമായതുകൊണ്ട് ജലം അവിടെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഗുണം ചെയ്യും. ഫൗണ്ടൻ എപ്പോഴും ഗുണം ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരു ഫൗണ്ടനോ അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് വാട്ടർ ബോഡീസ് നമുക്കാവാം. നോർത്ത് ഈസ്റ്റിൽ വേറെ ഒരിടത്തും ചെയ്യണ്ട, റോങ് ഡയറക്ഷനിൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങൾ കുറയും, ചിലപ്പോൾ ദോഷം ഉണ്ടാകും. പ്രത്യേകിച്ച് കന്നിമൂല ഭാഗത്തെ കൊണ്ട് വാട്ടർഫോൾ വെച്ച് കഴിഞ്ഞാൽ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്റീരിയറിന്റെ പെയിന്റ് ഉണ്ടല്ലോ, പെയിന്റ് വാസ്തുവായിട്ട് ചെറിയ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പെയിന്റ് ഉണ്ട്, അത് മോഡേൺ വാസ്തുവിലാണ് ഇത്തരം പെയിന്റുകൾക്ക് പ്രസക്തികൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചില പെയിന്റുകൾ കറുത്ത പെയിന്റുകൾ പാടില്ല എന്നൊക്കെയുള്ള മോഡേൺ വാസ്തു തിയറിയാണ്. പിന്നെ വാസ്തു നമ്മുടെ ട്രഡീഷണൽ വാസ്തുവിലും ഈ കറുപ്പ് നിറങ്ങൾ കഴിയുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ലൈറ്റ് കളേഴ്സ് നമ്മുടെ ഈ കപ്പിൾസിനൊക്കെ ബെഡ്റൂമില് ലൈറ്റ് കളേഴ്സ് ആയിരിക്കണം. അത് ഡാർക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ സീൻ ഡാർക്ക് ആവും. നിങ്ങളുടെ ഭാഷ പറഞ്ഞ സീൻ ഡാർക്ക് ആവും. അത് തന്നെയാണ്. ആ ഡാർക്കുകൾ വരാതിരിക്കുന്നുവെങ്കിൽ എപ്പോഴും ലൈറ്റ് കളേഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നു. വൈറ്റ് അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ് അങ്ങനെയൊക്കെയുള്ള കൊടുക്കുന്നതായിരിക്കും നല്ല കണ്ണിന്. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇതിനകത്തൊരു ചോയ്സ് കൂടെ ഉണ്ട്. ഇപ്പം ഈ ആളുകളുടെ മനസ്സ് രണ്ടുപേർക്കും ഇഷ്ടമായ ഒരു കളർ അടിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഡാർക്കിഷ് ട്രെൻഡുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ സാർ, ഈ ട്രെൻഡിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഹോട്ടൽസിലൊക്കെ കാണുമ്പോൾ ട്രെൻഡാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി പുറത്തേക്ക്. അത് നമ്മുടെ ഈ വീടുകളിലും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്, ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫംഗ്ഷനലി ഒരു വീട്ടില് ബാൽക്കണീസിന്റെ എണ്ണം കൂടുന്നത് അതിന്റെ സെക്യൂരിറ്റി ത്രെറ്റ് ആണ് ശരിക്കും. ഇനി ആ ആംഗിളിൽ അല്ലെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ടു നമുക്കൊരു സാധനം ഇടയ്ക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നത്. പക്ഷെ അതിനൊരു സ്ഥാനം നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ മുറിയുടെ കന്നിമൂലയിൽ നിന്നൊരു ബാൽക്കണി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരിക്കലും വാതിൽ തുറക്കാൻ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കാം. കന്നിമൂല തുറന്നു കിടക്കും, മുറിയുടെ കന്നിമൂല തുറന്നു കിടക്കുന്ന അവസ്ഥയായി.
അപ്പോൾ അതുപോലെ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ചില സ്ഥാനങ്ങളിൽ കൊടുക്കാൻ ബാൽക്കണി കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബാൽക്കണി ഇപ്പോൾ ട്രെൻഡാണ് പല രീതിയിൽ. പക്ഷേ മൾട്ടിപ്പിൾ ബാൽക്കണീസ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ എവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു മോഡേൺ സിസ്റ്റം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ പണ്ടങ്ങനെ പലയിടത്തും ബാൽക്കണി വന്നു കഴിഞ്ഞാൽ 8 ബാൽക്കണിയുള്ള വീട് എനിക്കറിയാം. അതുകൊണ്ട് അത്തരം സംഭവം അത്ര നല്ലൊരു സംഭവം അല്ല അത്. പക്ഷേ നോർത്ത് ഈസ്റ്റ് സൈഡിലൊക്കെ ഒരു ബാൽക്കണി ഉള്ളത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ബെഡ്റൂംസിലെ ലൈറ്റിങ്സ് ഉണ്ടല്ലോ, ഈ ലൈറ്റിങ്സ് ഇപ്പൊ നമ്മുടെ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്, വാം ലൈറ്റ് ഉണ്ട്. അപ്പം ഈ രണ്ടുമാണ് മോസ്റ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഇതിൽ രണ്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം വാസ്തുവിൽ ഏതെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? വാസ്തു പ്രിൻസിപ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വാം ലൈറ്റ് വളരെ ഗുണകരമാണ്. ഇപ്പോൾ വരുന്നത് വാം ലൈറ്റ് ഇപ്പോഴാണ് വന്നത്, ട്രെൻഡാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് വളരെ ഗുണകരമാണ്. സൂര്യന്റെ ഒരു കളർ പോലെ ആ ഒരു ഉള്ളിൽ കിട്ടും എന്നുള്ള അതല്ല, ഒരു നമുക്കൊരു കണ്ണിനൊരു സുഖം, അധികം സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവം. പിന്നെ പക്ഷെ അഗ്നികോൺ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ആണ് കുറച്ചുകൂടെ നല്ലത്. അഗ്നിയുടെ ആ ഒരു ഇതുള്ളത് കൊണ്ട് കിച്ചണിലൊക്കെ ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കും നല്ലത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് റീഡിംഗ് റൂം വരുമ്പോഴും നമുക്ക് ഇത് നല്ല പ്രകാശം വേണ്ടി വരും. ഇപ്പൊ റീഡിംഗ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ വാം ലൈറ്റ് ഒരുപാട് പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന മുറിയും വാം ലൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വാം ലൈറ്റിന് കുറച്ചുകൂടെ നമുക്കൊരു സൂത്തിങ്, പെട്ടെന്നൊരു എന്താ പറയുക, ടെൻഷൻ നമുക്ക് വരാത്ത രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ സാർ, നമ്മൾ അതുപോലെ തന്നെ ഈ ഡൈനിങ് റൂമിൽ നിന്ന് ഡയറക്റ്റ് ബാത്റൂമിൽ ഒരു ടോയ്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഡൈനിങ് റൂമിൽ നിന്ന് ഒരു ദോഷമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഡൈനിങ് റൂമിൽ ചിലപ്പോൾ നമുക്കൊരു കോമൺ വാഷ്റൂം എന്നൊക്കെ പറയുന്ന സംഭവം, പൗഡർ റൂം എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് അതൊക്കെ ആവശ്യമാണ്. ഇപ്പോഴത്തെ ബാത്റൂം വാസ്തുവിൽ തന്നെ ബാത്റൂം അകത്ത് കൊടുക്കാൻ പ്രൊഫഷണൽ വാസ്തുവിൽ ഇല്ല. ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ ബാത്റൂം, ഈ വീടിനുള്ളിൽ ബാത്റൂമിന്റെ സ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും അതിനകത്ത് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നമ്മുടെ സൗകര്യമാണ്. പിന്നെ ചില സോണുകളിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം ഈ വെള്ളവും വേസ്റ്റും എങ്ങനെ പോകുന്നു എന്നുള്ളതിന്റെ ഡയറക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം കഴിയുന്നതും ഈ പറഞ്ഞ ടോയ്ലറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ കോർണേഴ്സ് വരാതിരിക്കാൻ നോക്കുക, പിന്നെ സെൻട്രൽ ലൈനിൽ വരാതിരിക്കാൻ നോക്കുക. ബാക്കിയൊക്കെ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല.